പരിവട്ടമൊന്നും നിനക്ക് മതിയായില്ലേ? തെണ്ടി തെണ്ടി കൂമ്പ് കരിയാറായപ്പോ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ? സിഐഡികൾ വേഷം മാറി വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു. ആ തടിയൻ തന്നെയാണ് നേതാവ്. അവനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയണം. നമുക്ക് വേഷപ്രച്ഛന്നരാകാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വേഷപ്രച്ഛന്ന മത്സരത്തിന് എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാ പേടിക്കാനേ ഇല്ല. നമുക്ക് മതം മാറാം. അയ്യോ, എന്തിന്? താടിയും തുപ്പിയും വെച്ച് കുട നന്നാക്കുന്ന മുസ്ലിങ്ങളാകാം. കുട നന്നാക്കാനുണ്ടോ എന്നൊന്ന് വിളിച്ചേ. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ട്. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ട്. എന്താ കേറണോ? പിന്നെ കേറാതെ. തടിയനില്ലാത്ത സ്ഥലമാണെങ്കിൽ വെറുതെ സമയം കളയലാവില്ലേ? നമുക്ക് തടിയനെ പറ്റി ആ തള്ളിയോട് വിശദമായൊന്ന് അന്വേഷിച്ച് നോക്കാലോ. കുട നന്നാക്കേണ്ടി വന്നാൽ നന്നാക്കന്നെ. നീ നന്നാക്കൂ. ഇതൊക്കെ നിന്റെ ഐഡിയ അല്ലേ? നീ ഒന്ന് നന്നാക്കി നോക്ക്. തയ്ക്കാനോ മറ്റാണെങ്കിൽ പ്രശ്നമില്ല. നന്നാക്കണ്ട, കൊടയും കിടക്കി. നാട്ടിലില്ലാത്ത കൂലിയൊന്നും ചോദിക്കരുത്. കൂലി പ്രശ്നമല്ല, നിങ്ങൾ കൊടയും കിടക്കി. കൊടുത്ത വക്കാണത്തിനൊന്നും വയ്യ പറഞ്ഞേക്കാം. ഇത്തിരി പണിയേ ഉള്ളൂ. 1-2 തയ്ക്കണം, ചക്കു മാറ്റണം, കുതിര ഒന്ന് ഒടിഞ്ഞിരിക്കുക, പിന്നെ ഈ തുണി ഇളയപ്പോഴൊന്ന് ശരിയാക്കണം, പിടി ഉറപ്പിക്കണം. അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ. കൂലി പറ. കൂലി പറയാൻ നിങ്ങൾ കൊടവരി. നല്ല തടിയും ബണ്ണമുള്ള ഒരുത്തനെ കണ്ടിട്ടുണ്ടാ താടി വെച്ച? എന്തിനാ? നമുക്ക് വെറുതെ ഒന്ന് കാണാനെ കൊണ്ട്. തടിയും മണ്ണുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരാളെ പറയും. ആദ്യം കൂലി പറ. ആദ്യം നിങ്ങൾ ഇത് പറയും. ആദ്യം കൂലി പറയാൻ. നിങ്ങൾ എന്ത് തരുമോ അത് പറയും. 50 പൈസയുടെ പണിയേ ഉള്ളൂ. 75 പൈസ തരാം. സമ്മതിച്ചിരിക്കണം കൊടവരി. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. സാധനെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ സഹായിക്കാൻ മൊയ്തീനെ നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിളില്ല, നിങ്ങളല്ലേ ആഫീസർ. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കണോ? ഇതിന്റെ പിടി പോയല്ല. പിടി ഉറപ്പിക്കണം. ഭാഗമാണ് പിടിച്ചാലേ ഇങ്ങോട്ട് പിടിക്കി. തുണി കയറിക്കോട്ടെ, കുഴപ്പമില്ല. എന്താ ഇത്? ഞങ്ങള് കുട നന്നാക്കാൻ നടക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ട് നമ്മള് കുട നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊത്തന്റെ താടിയിളകി. ആ, ഏതോ കള്ളന്മാരാണോ തോന്നുന്നത്. ഇങ്ങനെ പല വേഷത്തിലും പകൽ വന്ന് സ്ഥലമൊക്കെ കണ്ടുവയ്ക്കും, എന്നിട്ട് രാത്രി കക്കാനിറങ്ങും. അയ്യോ എന്റെ ഈശ്വര! ഓടി വന്നേ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഒന്ന് ഓടി വാ ശശി, ഒന്ന് ഓടി.